മഴ തോരും മുമ്പേൽ അലീനയോട് യാത്ര പറഞ്ഞ് ബാലചന്ദ്രൻ പടിയിറങ്ങുകയാണ്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേലാണെങ്കിൽ അലീന സ്റ്റാലിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്, ഒരു സന്ദർഭമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ വൈജയന്തി വന്ന് വലിയ കട്ട റോള് കളിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കട്ട റോള് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ. അതായത് കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അലീന പോയോ എന്ന് മുറി മൊത്തം പരിശോധിക്കുകയാണ്, തൻ്റെ വീട് മൊത്തം അരിച്ചു പറക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബബിത പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ ചേച്ചി ഇവിടെ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ബബിതയോട് വൈജ പറയുന്നുണ്ട്, ആരുടെ ചേച്ചി, അവൾ എന്നാടി നിൻ്റെ ചേച്ചി ആയത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അലീന ചേച്ചി എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്താണെന്ന് ബബിത പറയുമ്പോൾ ഒന്നും മിണ്ടാനായിട്ട് കഴിയുന്നില്ല. ഇതേ സമയമാണെങ്കിൽ വൈജയന്തി പറയുന്നുണ്ട്, അവളുടെ എന്തെങ്കിലും ഓർമ്മയോ എന്തെങ്കിലും അവൾ തൊട്ട സാധനമോ ഈ വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ വാരിയിട്ട് കത്തിക്കുമെന്ന് പറയുമ്പോൾ, അമ്മ എന്തിനാ അത്രയും വലിയ കടുത്ത തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്, അമ്മ എന്തിനാണ് ഇപ്പോൾ വന്നത് എന്ന് ബബിത ചോദിക്കുകയാണ്. ഇതേ സമയം, എന്താടി ഞാൻ വന്നത് നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും എന്നെ വേണ്ടാലോ, അവളെ മതിയല്ലോ എന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ മനു പറയുന്നുണ്ട്, എന്തിനാ ആൻറ്റി വന്ന് കയറിയല്ലേ ഉള്ളൂ, എന്തിനാ പ്രശ്നം അപ്പോഴേക്കും തുടങ്ങി വെക്കുന്നത് എന്ന് പറയുമ്പോൾ, മനു എനിക്കറിയാം നിൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും സങ്കടമനുഭവിക്കുന്നതും അത് നീയല്ലേ എന്ന് ചോദിക്കുന്നു. അലീന പോയതിൽ നിനക്കല്ലേ ഏറ്റവും കൂടുതൽ വിഷമമെന്ന് വൈജയന്തി ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് മനു പറയുന്നുണ്ട്, എനിക്ക് മാത്രമൊന്നുമല്ല, ഇവിടെ ഇവർക്കും വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ഇവരുടെ വിഷമത്തിന് ഞാൻ പരിഹാരം കണ്ടുകൊള്ളാം, പക്ഷേ നിൻ്റെ വിഷമത്തിന് ആര് പരിഹാരം കാണുമെന്ന് ചോദിക്കുന്നു. അത് ആരെങ്കിലും കണ്ടോളും, അതിനെക്കുറിച്ച് ആൻറ്റി അധികം തലമുണ്ണാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടാതെ ആൻറ്റിയുടെ ജീവിതം നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആൻറ്റിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുമെന്ന് പറയുന്നു. എൻ്റെ ജീവിതത്തിന് എന്താടാ കുഴപ്പം എന്ന് പറയുമ്പോൾ, അതെ കുറേ മുന്നോട്ട് പോകുന്ന ഒരു കഥയൊക്കെ ഉണ്ടല്ലോ, ഒരു ഫ്ലാഷ് ബാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അലീന എന്നോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആൻറ്റി, അത് മറക്കേണ്ട എന്ന് പറയുകയാണ്. ഇതേ സമയം വൈജയന്തി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ വൈജ പറയുകയാണ്, ഓരോരുത്തർ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് വിശ്വസിക്കാൻ നിനക്ക് നാണാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ അലീന സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിനവളുടെ തെളിവുണ്ട്, വേണമെങ്കിൽ ഞാനിവിടെ ഇവർക്ക് മുൻപിൽ അത് പറയാമെന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ വൈജയന്തി പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി, മനസ്സിലും വെക്കണ്ട, അതൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി കളഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ, അങ്ങനെ പോകുന്നതാണോ ആൻറ്റി, അത് ആൻറ്റി ചെയ്ത പാപങ്ങളല്ലേ, തെറ്റുകളല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേസമയം വൈജയന്തിക്ക് ഉത്തരവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് കാണാനായിട്ട് കഴിയും. വൈജയന്തി ആകെ സ്റ്റെക്കായി നിൽക്കാണ്. അങ്ങനെ മനുവാണെങ്കിൽ ആൻറ്റി അത് മറക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ് രോഹിത്തിനെയും കൊണ്ട്. ഇതേ സമയം ബബിത വന്ന് ചോദിക്കുകയാണ്, അതെന്താണ് കാര്യമ്മേ, എന്താണ് അലീന ചേച്ചി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയൊന്നുമില്ല, അവളെപ്പോലെ ഒരു വൃത്തിയിട്ടവൾ ഒരുമ്പെട്ടവൾ എന്താ പറഞ്ഞതെന്ന് ആർക്കാ അറിയാം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി മക്കളുടെ മുൻപിൽ പറഞ്ഞ് കണ്ണിൽ പൊടിയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കൃഷ്ണമോൾക്ക് എല്ലാം അറിയാമെന്നുള്ള കാര്യം
വൈജയന്തിക്ക് അറിയില്ല എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമേ തന്നെ നമ്മുടെ അലീന തൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അലീനയ്ക്ക് നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മടിക്കേണ്ട ആവശ്യമോ സാഹചര്യമോ ഒന്നും തന്നെയില്ല. നിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് നീ പ്രവേശിക്കുന്നത്, കയറുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ മടിയോ കാര്യങ്ങളോ നിൻ്റെ മുഖത്തോ നിൻ്റെ പെരുമാറ്റത്തിലോ വരേണ്ടതില്ല. കൂടാതെ തന്നെ അയാൾ തെറ്റ് അനുഭവിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാളും കുറച്ചൊക്കെ ഭാരം നിന്നെ കൊണ്ട് അനുഭവിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഭാരം എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, അയാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്നാണ് ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നതെന്ന് കാണാം. അങ്ങനെ അലീന വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഇങ്ങനെ മടി കാണിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ കയ്യിൽ പിടിച്ചകത്തേക്ക് കയറ്റുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീന ബാലചന്ദ്രൻ്റെ കൂടെ പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ കൂടെ അലീന ചെല്ലുമ്പോൾ സ്റ്റാൻലി ജോസഫ് എന്ന് ബാലചന്ദ്രൻ വിളിക്കുമ്പോൾ സ്റ്റാൻലി തിരിയുന്നത് കണ്ടതും ആ മുഖം കണ്ട് അലീന ഞെട്ടുകയാണ്. അച്ഛൻ ഇന്നാൾ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ഇദ്ദേഹത്തെ തന്നെയല്ലേ എന്ന് അലീന തിരിച്ചറിയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ കാണാൻ വേണ്ടിയാണ് അച്ഛൻ അന്ന് ഇയാളെ വീട്ടിലേക്ക് വിളിച്ചത് എന്നും തിരിച്ചറിയുകയാണ് അലീന എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റാലിൻ അരുത്തേക്ക് വരുന്നുണ്ട്. സ്റ്റാലിൻ വന്ന് അലീനയോട് സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒടുവിലതാ സ്റ്റാലിനും അലീനയും സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ ബാലചന്ദ്രൻ അവിടെ റോളൊന്നുമില്ല. ബാലചന്ദ്രൻ ഒരു തവണയും കൂടി ഓർമ്മിപ്പിച്ചതിന് ശേഷം പടിയിറങ്ങുകയാണ്. അലീനയോട് യാത്ര പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനയെ ഉപേക്ഷിച്ചുകൊണ്ട് അലീനയെ സ്റ്റാലിനെ കരങ്ങളിൽ പിടിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ പോവുകയാണ്. പ്രിയ കൂട്ടുകാരെ, അലീനയ്ക്ക് അത് താങ്ങാനായിട്ട് കഴിയുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അലീന അങ്ങനെ ബാലചന്ദ്രൻ്റെ പിന്നാലെ ഓടി ചെല്ലുന്നുണ്ട്. അച്ഛാ എന്ന് വിളിച്ച്, മോള് പേടിക്കേണ്ട, ഒരു വിളിപ്പാടകലെ ഈ അച്ഛൻ എന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പോവുകയാണ്. പ്രിയ കൂട്ടുകാരെ, അലീന സങ്കടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ